ഇതിൽ പാട്ട് പാടാൻ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന, അല്ലെങ്കിൽ എല്ലാ മലയാളികളും ഒരിക്കലെങ്കിലും കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു മാപ്പിളപ്പാട്ടുണ്ട്. കറുകറുത്തിരുണ്ടതൻ തടിക്കകത്തുള്ള മനം. എനിക്ക് പാടാൻ അറിയാത്തതുകൊണ്ട് കേട്ടോ പറയുന്നത്. കനകത്തിൻ നിറമൊത്തതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട്. ആ പാട്ട് ഇസ്ലാമിലെ പ്രധാനപ്പെട്ട സഹാബിമാരിൽ ഒരാളായിട്ടുള്ള കറുകറുത്ത ബിലാലിനെ കുറിച്ചുള്ള പാട്ടാണ്. കറുകറുത്ത ബിലാലിൻ്റെ ആ കറുത്ത ശരീരത്തിനകത്ത് സ്വർണ്ണ നിറത്തിൽ മുറ്റി നിൽക്കുന്ന ഈമാനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു പാട്ട്. ആ പാട്ട് കേട്ടിട്ടുള്ളവർ ഒന്ന് പറയുക. ആ പാട്ട് അറിയാവുന്നവർ കുറച്ചെങ്കിലും അതിന് 1-2 വരി ഒന്ന് കമൻറ്റിൽ എഴുതിയാലേ ബാക്കിയുള്ള ആളുകൾക്ക്, അത് കേട്ടിട്ടില്ലാത്ത ആളുകൾക്കത് മനസ്സിലാക്കാനുള്ള ഒരു അവസരമായി മാറും. അപ്പോൾ ആ പാട്ട് സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നത്. വെളുവെളുത്ത സത്യഭാമ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കോളിളക്കം, അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ചർച്ചകൾ, കോലാഹലങ്ങൾ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിനിടയിൽ ഒരു ദിവസം ഹാരിസ് മദനിയുടെ ഒരു വീഡിയോ കാണാനിടയായത്. ഹാരിസ് മദനിയുടെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്കറിയാം ഇത് കറുകറുത്ത ബിലാലും വെളുവെളുത്ത സൽമാനും ഫാരിസും ഈ വിഷയം പുറത്തു വന്ന സമയത്ത് തന്നെ ഞാൻ വിചാരിച്ചിരുന്നു ഇപ്പം ഏതെങ്കിലും വിശ്വാസികൾ ഇവിടെ ഇസ്ലാമിൻ്റെ മഹത്വം പറഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഈ സംഭവത്തെ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഹാരിസ് മദനി ആ വീഡിയോ ചെയ്തു. പക്ഷെ അതിനകത്ത് വേറൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് അവർ പറഞ്ഞത് പ്രശ്നമാണ്, വംശവെറിയാണ്. അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ സൗന്ദര്യം ഈ അവസരത്തിലാണ് നമുക്കൊക്കെ മനസ്സിലാവുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും RLV രാമകൃഷ്ണനെ ആക്ഷേപിച്ചുകൊണ്ട്, അധിക്ഷേപിച്ചുകൊണ്ട് സത്യഭാമ എന്ന ഒരു സ്ത്രീ നടത്തിയ പരാമർശത്തിൽ ക്ഷുഭിതനായി ഹാരിസ് മദനി ഇസ്ലാമിൻ്റെ മഹാത്മ്യം ആളുകൾക്ക് ബോധ്യപ്പെടുത്താൻ കൂടി ആ അവസരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്ത വീഡിയോയുടെ ഒരു ചെറിയ പ്രതികരണമാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളത് നേരെ അദ്ദേഹത്തിന്റെ വീഡിയോയിലേക്ക് പോവാം. എല്ലാവരും ഇപ്പോൾ RLV രാമകൃഷ്ണന് ഐക്യദാർഢ്യം അറിയിക്കുന്ന തിരക്കിലാണ്. പല പ്രമുഖരുടെയും ഫേസ്ബുക്ക് പോസ്റ്റിൽ അയാളുടെ ചിത്രവും ഐക്യദാർഢ്യവും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. കൂടെയുണ്ടെന്ന് പറഞ്ഞ് പലരും ആശ്വസിപ്പിക്കുകയാണ്. എന്നാൽ ഹാരിസ് മദനിനെ അതിന് കിട്ടൂല. അതെന്തുകൊണ്ടാണ്? ഇപ്പം RLV രാമകൃഷ്ണന് കിട്ടുന്ന പിന്തുണ, അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്ന അല്ലെങ്കിൽ സത്യഭാമയ്ക്കെതിരെ സംസാരിക്കുന്ന, അദ്ദേഹത്തോട് ഐക്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ വംശീയമായി ആക്ഷേപിക്കുന്നതിനെതിരെ രംഗത്ത് വന്നിരുന്ന ആളുകളുടെ ആ ഒരു എന്താ പറയുക പ്രതികരണങ്ങളൊക്കെ കണ്ടിട്ട് ഹാരിസ് മദനിക്ക് വലിയ ഒരു ഇഷ്ടപ്പെട്ടിട്ടില്ല. അതെന്താണ് കാരണം എന്ന് നമ്മൾ ഈ വീഡിയോയുടെ അവസാനം പറയും. അപ്പോൾ അതുവരെ എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക, അധികം താമസിക്കുന്നില്ല. അതേസമയത്ത് സത്യഭാമ പറഞ്ഞ വാദങ്ങളോട് അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ്, അതിൽ ഇസ്ലാമിന്റെ സൗന്ദര്യം എന്താണ്, ഇതൊക്കെ അദ്ദേഹം ആദ്യം ഒന്ന് പറയും. അത് കഴിഞ്ഞിട്ട് RLV രാമകൃഷ്ണന് കിട്ടിയ പിന്തുണയുടെ അദ്ദേഹത്തിന് തൃപ്തിക്കുറവ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, എന്തുകൊണ്ട് അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ കഴിയില്ല എന്ന അദ്ദേഹത്തിന്റെ മതപരമായ ഒരു വിശ്വാസി എന്ന നിലക്കുള്ള കാരണം അദ്ദേഹം അവസാനം പറയുകയും ചെയ്യും. നമുക്ക് ആദ്യം സത്യഭാമ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഹാരിസ് മദനിക്ക് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് ഒന്ന് കേൾക്കാം. അപ്പം ഇനി സത്യഭാമ പറഞ്ഞപ്പോൾ RLV രാമകൃഷ്ണന് പിന്തുണ കിട്ടുന്നതിൽ ചെറിയൊരു അസ്വസ്ഥത ഹാരിസ് മദനിക്കുണ്ട്. ഹാരിസ് മദനി എന്തായാലും പിന്തുണ പ്രഖ്യാപിക്കാനൊന്നും ഒരുക്കമല്ല. പക്ഷെ സത്യഭാമ പറഞ്ഞ വിഷയങ്ങളിൽ ഹാരിസ് മദനിയുടെ അഭിപ്രായം എന്താണ്, അതുകൂടി പ്രധാനമാണല്ലോ. എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, സത്യഭാമ എന്ന 66 വയസ്സോളം പ്രായമുള്ള ഒരു സ്ത്രീ അവരൊരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ വിവരക്കേടുകൾ, വൃത്തികെട്ട വാക്കുകൾ, ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ ശുദ്ധമായ വർണ്ണവെറി. ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കരന്നറ, ഇവനെ കണ്ടു കഴിഞ്ഞാലല്ല ദൈവം പോൽ പെറ്റ തള്ള സഹിക്കില്ല. എന്തൊരു വൃത്തികെട്ട വാക്കുകളാണ് അവർ പറഞ്ഞത്. ഇന്നത്തെ കാലത്ത്, അതും ഈ വിദ്യാസമ്പന്നമായ കേരളത്തിൽ വെച്ച് ഒരാൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയും? അപ്പോൾ ആ കാര്യത്തിൽ അദ്ദേഹം സത്യഭാമ പറഞ്ഞിട്ടുള്ള വാദങ്ങളോട് പൂർണ്ണമായിട്ടും വിയോജിക്കുന്നുണ്ട്. വൃത്തികേടാണ് പറഞ്ഞത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. വർണ്ണവെറിയാണ്, വംശവെറിയാണ്, സംശയമൊന്നുമില്ല. എങ്ങനെയാണ് ഈ 21-ാം നൂറ്റാണ്ടിൽ വിദ്യാസമ്പന്നരായ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഒരാൾക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നത് എന്ന ഒരു ആശ്ചര്യ ചിഹ്നവും ഹാരിസ് മദനി അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഹാരിസ് മദനിയോട് പറയാനുള്ളത്, ഇതുപോലെയുള്ള തലയിലും ചിന്തയിലും മതവും ജാതിയും വർണ്ണവും വംശവും വെറിയും ഒക്കെ പേറി നടക്കുന്ന ഇഷ്ടം പോലെ മനുഷ്യർ ഒന്ന് വട്ടം തിരിഞ്ഞു നോക്കിയാൽ ഹാരിസ് മദനിക്ക് ചുറ്റിലും കാണാൻ കഴിയും. അതിൻ്റെ ഒരു പ്രതിനിധി മാത്രമായിട്ടാണ് സത്യഭാമയെ കാണേണ്ടതുള്ളൂ. അപ്പം എന്തായാലും സത്യഭാമയുടെ ഈ പ്രതികരണങ്ങളോടുള്ള ഹാരിസ് മദനിയുടെ പ്രതികരണമാണ് കേട്ടത്. കുറച്ചുകൂടി അദ്ദേഹം വിശദമായിട്ടൊന്ന് പറയും. കാരണം ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഹാരിസ് മദനി സംസാരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അപ്പൊ അത് ഹാരിസ് മദനി ഒന്ന് വിശദീകരിക്കും. അതിലാണ് നമുക്കും പ്രതികരണങ്ങൾ ഉള്ളത്. ഒരാളുടെ തൊലി കറുത്തുപോയതിന്റെ പേരിൽ, ഒരാളെ കാണാൻ സൗന്ദര്യമില്ലാത്തതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ ആക്ഷേപിക്കാൻ പാടുണ്ടോ? ഇങ്ങനെ ആക്ഷേപിക്കുന്നത് എന്തുമാത്രം വൃത്തികെട്ട മനസ്സുള്ളത് കൊണ്ടാണ്. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സൗന്ദര്യമൊക്കെ നമ്മൾ പഠിക്കേണ്ടത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ്. കറുത്തവനോടും വെളുത്തവനോടും ഒന്നും ഒരു വിവേചനവും വേർതിരിവുമില്ലാത്ത വിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അതെ. അപ്പൊ ഇങ്ങനെ വർഗീയത, വംശീയത, വർണ്ണവെറി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ജാതീയത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ്
ഇസ്ലാമിൻ്റെ സൗന്ദര്യം മനസ്സിലാവുക എന്നുള്ളതാണ്. പല പുരാതന സമൂഹങ്ങളെയും ആക്ഷേപിച്ച് നോക്കുമ്പോൾ ഇസ്ലാമിൽ ഈ ജാതീയതക്കും വർണ്ണ വെറിക്കും ഒക്കെ ചെറിയ ഒരളവിൽ കുറവുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതിനെ മുൻനിർത്തിയിട്ട് നമ്മൾ ഇന്നലെയും സംസാരിക്കുമ്പോൾ പറഞ്ഞു, അതിനെ മുൻനിർത്തിയിട്ട് ഇസ്ലാം ഏറ്റവും മഹത്തരമാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഇവരുടെ ശ്രമം വെറുതെ ഒരു പാഴ്വേല മാത്രമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് പറയും? കാരണം ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ സാമൂഹ്യ വീക്ഷണങ്ങളിലുള്ള സൗന്ദര്യത്തെ ആണ് ഇത്തരം അവസ്ഥകൾ മുതലെടുത്തുകൊണ്ട് ഇവർ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ ഇസ്ലാമിൻ്റെ സാമൂഹ്യ നിലപാടുകൾ, രാഷ്ട്രീയ നിലപാടുകൾ, ഇത്തരം വർണ്ണവിവേചനങ്ങൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ജാതീയമായ ഉച്ചനീചത്വങ്ങൾ, തൊഴിൽപരമായി കുലമഹിമയുടെ ഭാഗമായിട്ട് തറവാട്ട് മഹിമയുടെ പേരിലുള്ള ഉച്ചനീചത്വങ്ങൾ, ഇതൊക്കെ ഇസ്ലാമിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ചയൊക്കെ നമ്മൾ പലപ്പോഴും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇന്ന് വളരെ ക്ലിയർ ആയിട്ട് കറുപ്പ് അതുമായി മാത്രം ഊന്നിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇസ്ലാമിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നതിനേക്കാളും നമ്മൾ ഇന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നത് ഇസ്ലാമിക വിശ്വാസം അനുസരിച്ചുള്ള സൗന്ദര്യ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഇസ്ലാം വിശ്വാസികളിൽ പകർന്നു നൽകിയിട്ടുള്ള സൗന്ദര്യ സങ്കല്പത്തെക്കുറിച്ച് കൂടിയാണ് നമ്മൾ ഈ അവസരത്തിൽ. ഇസ്ലാമിൻ്റെ സൗന്ദര്യമല്ല, ഇസ്ലാമികമായി മനുഷ്യരിൽ ഇസ്ലാം ഉയർത്തിക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അവർ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള സൗന്ദര്യം എന്ന സങ്കല്പം, അതിൽ കറുപ്പ് എവിടെ നിൽക്കുന്നു? ഇതാണ് നമ്മൾ ഇന്ന് ഹാരിസ് മദനിയുടെ ഈ വീഡിയോയെ മുൻനിർത്തിയിട്ട് പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, നിങ്ങളെ നാം പടച്ചിട്ടുള്ളത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും ഭാഷക്കാരും മറ്റുമൊക്കെയാക്കി മാറ്റിയത് നിങ്ങൾ പരസ്പരം അടുത്തറിയാൻ വേണ്ടിയാണ്. തമ്മിലടിക്കാനോ വംശപെരു കാണിക്കാനോ വർഗപെരു തീർക്കാനോ ഒന്നുമല്ല. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള ഉപദേശമാണ്. ഇതിന് പ്രത്യേകിച്ച് യാതൊരു സൗന്ദര്യമുള്ള ഉപദേശമല്ല. ഇത് സാധാരണഗതിയിൽ വിശ്വാസികൾ എടുത്ത് ഉപയോഗിക്കാറുള്ളതാണ്. ഖുർആൻ ഏകോദര സാഹോദര്യമാണ് പഠിപ്പിക്കുന്നത്, എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന ആശയത്തിന് തെളിവായിട്ട് ഇസ്ലാം അങ്ങനെ ഒരു ആശയം പങ്കുവെക്കുന്നു എന്നതിന് തെളിവായിട്ട് ഇവർ ഉപയോഗിക്കാറുള്ള ഒരു വചനമാണ്. അത് ഈ കറുപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിൽ മുഴച്ചു നിൽക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ആദ്യം ഈ ആയത്തിന്റെ കഥ പറയാം. ഈ ആയത്തിന്റെ കഥയിൽ ഇത് വിശ്വാസികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മനുഷ്യരായിട്ടുള്ള മുഴുവൻ ആളുകളും ഒരു ഉമ്മയിൽ നിന്നും ബാപ്പയിൽ നിന്നുമാണ് എന്നൊക്കെ പറഞ്ഞു വരുന്നത് മുഹമ്മദിന്റെ പ്രവാചകത്വം സ്ഥാപിക്കുകയും എല്ലാ മനുഷ്യരും മുഹമ്മദിന്റെ പ്രവാചകത്വം അംഗീകരിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയാനും വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതിനപ്പുറത്തേക്ക് എല്ലാ മനുഷ്യരും തുല്യരാണെന്നും എല്ലാ മനുഷ്യരും തുല്യമായ അന്തസ്സുള്ളവരാണ് എന്ന ഒരു സന്ദേശം ഖുർആനിൽ എവിടെയും ഇല്ല. ഖുർആനിൽ അങ്ങനെ ഒരു ആശയവും ഇല്ല. ജാതി, മത, വർണ്ണ, വർഗ, ദേശ, ഭാഷ, കുല, കുടുംബ, ഗോത്ര വ്യത്യാസങ്ങളില്ലാതെ എല്ലാ മനുഷ്യരും തുല്യ അന്തസ്സുള്ളവരാണ്, തുല്യ അവകാശങ്ങളുള്ളവരാണ് എന്ന ഒരു പരാമർശമോ അങ്ങനെ ഒരു അധ്യാപനമോ ഖുർആനിൽ മഷിയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് മാത്രമല്ല, മനുഷ്യരെ പല തട്ടിലാക്കിയിട്ടാണെന്നും മനുഷ്യരിൽ ആണിനെയും പെണ്ണിനെയും വ്യത്യസ്തരായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നും ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരേക്കാൾ മേന്മയുള്ളവരാണ് എന്നും അത് അള്ളാഹ് അങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നും ലിംഗവ്യത്യാസത്തിൽ തന്നെ ഖുർആനിൽ പച്ചക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളെ കുറിച്ചൊന്നും പറയണ്ടല്ലോ. അപ്പൊ ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇസ്ലാമിന്റെ സാമൂഹ്യ നിയമങ്ങളിൽ, വിവാഹം പോലെയുള്ള നിയമങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ എല്ലാത്തിലും ഈ തരത്തിൽ മനുഷ്യന്റെ വിവേചനങ്ങളെ അല്ലെങ്കിൽ വേർതിരിവുകളെ, കുലം, തൊഴിൽ, കുടുംബം, തറവാട് തുടങ്ങിയുള്ള പല കാര്യങ്ങളും മനുഷ്യരെ പല തട്ടുകളിലായി സാമൂഹ്യ വ്യവഹാരം നടത്താനുള്ള അവകാശം മുസ്ലിങ്ങൾക്ക് ഇസ്ലാം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊരു തെറ്റായ കാര്യമാണ് എന്ന് ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെയാണല്ലോ കറുപ്പിലേക്ക് നമുക്ക് വരാം. പിന്നെ ഇദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ചത് മനുഷ്യരെ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാനാണെന്നോ തിരിച്ചറിയാനാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇദ്ദേഹം പറഞ്ഞത് വേറൊരു അർത്ഥത്തിലാണ്. ഈ പരസ്പരം മനുഷ്യർക്ക് തമ്മിൽ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു മനുഷ്യരെ, ഈ വർണ്ണങ്ങളൊന്നും അതിനെ ഭാഗത്ത് പറഞ്ഞിട്ടില്ല, ഇങ്ങനെ മനുഷ്യരെ വിവിധ ഗോത്രങ്ങളും ജനവിഭാഗങ്ങളും ഭാഷക്കാരും ഒക്കെ ആക്കി മാറ്റിയതെന്നാണ് ഉള്ളത്. അത് തന്നെ അള്ളാഹിന്റെ കഴിവുകേടിന്റെ ഒന്നാം തരം തെളിവാണ്. കാരണം മനുഷ്യരായി ജനിച്ച ആളുകൾ, ഇപ്പോൾ വെളുത്ത കളറുള്ളവർ അല്ലെങ്കിൽ തൊലി വെളുത്തവർ പരസ്പരം തിരിച്ചറിയുന്നില്ലേ? ഒരേ കുടുംബത്തിൽ ഒരു അച്ഛനും അമ്മയ്ക്കും ഒരേ തറവാട്ടിൽ ഒരേ ഭാഷ സംസാരിക്കുന്ന ഒരേ നാട്ടിൽ ജനിച്ച മനുഷ്യർ, ഒരേ കളറുള്ള മനുഷ്യർ, അവരെ പരസ്പരം നമുക്ക് തിരിച്ചറിയുന്നില്ലേ? ഉണ്ടല്ലോ. അപ്പൊ മനുഷ്യർ പരസ്പരം തിരിച്ചറിയാനും അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കാനും ഒന്നും ഇങ്ങനെ വ്യത്യസ്തമായ വർണ്ണത്തിലും ഗോത്രത്തിലും ഭാഷയിലും ദേശത്തിലും ഒന്നും സൃഷ്ടിക്കേണ്ട ഒരു കാര്യവും ഒരു സൃഷ്ടാവിന്, സാമാന്യ ബോധമുള്ള സൃഷ്ടാവിന് ഇല്ല. അപ്പൊ ആ അവകാശവാദം തന്നെ ഈ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് പഠിച്ചവന് പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല എന്നതിന്റെ തെളിവായിട്ടാണ് ഓ മനുഷ്യരെ, നിങ്ങളെ നാം ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു, പിന്നീട് നാം നിങ്ങളെ പല ഗോത്രങ്ങളും വിഭാഗങ്ങളും ജനവിഭാഗങ്ങളും ഒക്കെ ആക്കി മാറ്റിയത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്ന വാദം അള്ളാഹിന്റെ ദൈവികതയ്ക്ക് എതിര് നിൽക്കുന്ന ഒരു തെളിവാണ്. അത്രയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വെക്കുന്നത്. അല്ലാതെ തന്നെ മനുഷ്യർക്ക് പരസ്പരം തിരിച്ചറിയാൻ പറ്റും.
അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമ്മുടെ വിഷയം ഇന്ന് അതല്ലാത്തത് കൊണ്ടും നമ്മുടെ വിഷയം കറുപ്പായതുകൊണ്ടും നമ്മൾ തിരിച്ച് കറുപ്പിലേക്ക് പോവാണ്. അപ്പോൾ ഇനി ഇസ്ലാമിൽ വർണ്ണ വ്യത്യാസം ഇല്ല എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ലോകം അല്ലെങ്കിൽ ഇസ്ലാം ഉണ്ടായത് മുതൽ ഇന്ന് വരെ പറയാനുള്ള ഒരേ ഒരു പേരാണ് ബിലാൽ. ബിലാൽ റളിയല്ലാഹു അൻഹു എന്നാണ് ഇവർ പറയാം. ഇവർ ബിലാൽ എന്ന് ഒറ്റയ്ക്ക് എവിടെയും പറയൂല. ഇവരെങ്ങനെ പറയാ? പറയുമ്പോൾ രണ്ട് പേരുകൾ ചേർത്താണ് പറയാ, ബിലാലും സൽമാൻ അൽ ഫാരിസും. അത് വെറുതെ ബിലാൽ സൽമാൻ ഫാരിസ് എന്ന് പറയൂല, പകരം കറുകറുത്ത ബിലാലും വെളുവെളുത്ത സൽമാൻ അൽ ഫാരിസും ഒരേ നിരയിൽ എന്നാ പറയാ. അപ്പൊ എങ്ങനെ? കറുകറുത്ത ബിലാലും വെളുവെളുത്ത സൽമാൻ അൽ ഫാരിസും. ഇനി ഈ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ കറുകറുത്ത ബിലാലിനെ മുഹമ്മദ് പ്രത്യേകമായി ആദരിച്ചു, പദവി കൊടുത്തു, സ്ഥാനം കൊടുത്തു, മറ്റുള്ള വെളുത്ത ആളുകളെക്കാളും അല്ലെങ്കിൽ അവരോടൊപ്പം പരിഗണിച്ചു എന്നുള്ളതൊക്കെയാണ് ഇവരുടെ അവകാശവാദം. നമുക്ക് അതിലൂടെ വെറുതെ ഒന്ന് കടന്നു പോകാം. ഇതിന് കൂടെ തന്നെ ഇവർ പറയുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാം ഇവരിൽ പഠിപ്പിച്ചിട്ടുള്ള സൗന്ദര്യത്തെക്കുറിച്ചുള്ള സങ്കല്പം പുറത്തോട്ട് തള്ളി വരും. ഇപ്പോൾ കറുകറുത്ത ബിലാൽ, വെളുവെളുത്ത സൽമാൻ അൽ ഫാരിസ് എന്നിവർ വകതിരിവോടുകൂടി പറയുമ്പോൾ അല്ലെങ്കിൽ അവർ വേർതിരിച്ച് പറയുമ്പോൾ അവരുടെ ഊന്നൽ, അവരുടെ ഉന്നം വ്യക്തമാണ്. കറുപ്പ് എന്ന് പറഞ്ഞാൽ സൗന്ദര്യമില്ലായ്മയും വെളുപ്പ് എന്ന് പറഞ്ഞാൽ സൗന്ദര്യവും. സൽമാൻ അൽ ഫാരിസ് സൗന്ദര്യത്തിന്റെ പ്രതീകവും കറുത്ത ബിലാല് സൗന്ദര്യമില്ലായ്മയുടെ പ്രതീകവും. ഈ സൗന്ദര്യത്തെയും സൗന്ദര്യമില്ലായ്മയും ചേർത്ത് നിർത്തി എന്നതാണ് ഇസ്ലാമിന്റെ മഹത്വമായിട്ട് ഇവർ പറയുന്നത്. ഇവിടെ എവിടെയും കറുപ്പിന് വെളുപ്പിനേക്കാൾ, വെളുപ്പിന് കറുപ്പിനേക്കാൾ മനുഷ്യന്റെ തൊലിയുടെ നിറത്തിൽ സൗന്ദര്യവുമായി യാതൊരു ബന്ധമില്ല എന്നൊരു അധ്യാപനമൊന്നുമില്ല. തൊലിയുടെ നിറം മനുഷ്യന്റെ സൗന്ദര്യവുമായി നേരിട്ട് ബന്ധമുള്ളതല്ല എന്ന്, അല്ലെങ്കിൽ സൗന്ദര്യത്തെ ഇസ്ലാം ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് ഈ വേർതിരിവോടുകൂടിയാണ്. കാരണം ഇസ്ലാമിൽ നന്മയുടെ നിറം വെളുപ്പും തിന്മയുടെ നിറം കറുപ്പുമാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു വരാം. എന്ന് മാത്രവുമല്ല, കറുപ്പ് എന്ന് പറയുന്നത് സൗന്ദര്യമില്ലായ്മയുടെയും തിന്മയുടെയും പൈശാചികതയുടെയും ഒരു എന്താ പറയുക സൂചകമായിട്ട് തന്നെയാണ് ഇസ്ലാമിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നതും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും. കുറച്ചുകൂടി. അപ്പൊ ഇനി ബിലാലിന്റെ കഥ ഒന്ന് പറയട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ മക്കയിലേക്ക് മക്കം ഫത്തഹിന്റെ ദിവസം കടന്നു വരുമ്പോൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് കഅബയുടെ മുകളിൽ കയറി വാങ്ക് കൊടുക്കാൻ കൽപ്പിച്ചു. അപ്പൊ കറുകറുത്ത ബിലാലിനോട് കഅബയുടെ മുകളിൽ കയറി വാങ്ക് കളിക്കാൻ കൽപ്പിച്ചു. ഇതാണിപ്പം ഒരു സംഭവം. അപ്പൊ അത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാം. അപ്പൊ ഇനി ആദ്യം ബാങ്ക് എന്താണെന്നും ബാങ്ക് വിളിക്കുന്നത് ആരാണെന്നും അതെന്താണെന്നും എന്തുകൊണ്ട് ബിലാലിനെ ഏൽപ്പിച്ചു എന്ന് നമുക്ക് പറയാം. അപ്പൊ അതിലേക്ക് നമ്മൾ വരാം. അതിനു മുമ്പ് ഹാരിസ് മദനി ബിലാലിനെ ഒന്ന് വർണ്ണിക്കും. അത് നമുക്കൊന്ന് കേൾക്കാം. ഇവിടെ മുതൽ നിങ്ങൾ ശ്രദ്ധിക്കുക, വിശ്വാസികളെ ഇസ്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സൗന്ദര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഹാരിസ് മദനി ബിലാലിനെ വർണ്ണിക്കുന്നതിൽ പോലും നിങ്ങൾക്ക് പ്രകടമാകും എന്നാണ് ഞാൻ ആമുഖമായിട്ട് പറയുന്നത്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ബിലാലിന്റെ വർണ്ണന ഒന്ന് കേട്ടോളി. ആരാണ് ബിലാൽ റളിയല്ലാഹു അൻഹു? കറുത്ത നിറമുള്ള, ചുണ്ടുകൾ കറുത്ത് തടിച്ച് മലർന്ന വ്യക്തി, മുടിയൊക്കെ ചുരുണ്ട് സ്പ്രിങ് പോലെ ഇരിക്കുന്ന അടിമ വംശത്തിൽപ്പെട്ട, കാണാനൊന്നും ഒരു ഭംഗിയുമില്ലാത്ത നീഗ്രോയായ ബിലാൽ റളിയല്ലാഹു അൻഹു. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോടാണ് കഅബയുടെ മുകളിൽ കയറി ബാങ്ക് കൊടുക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബിലാൽ എന്ന് പറയുന്നത് സൗന്ദര്യമില്ലായ്മയുടെ വൈരൂപ്യത്തിന്റെ പ്രതീകമായിട്ടാണ് ഇവര് തന്നെ പറയുന്നത്. ഇവരുടെ സഹാബിയെക്കുറിച്ച് കറുകറുത്ത, മുടി ചുരുണ്ട, നീഗ്രോ ആയ, ചുണ്ട് തടിച്ചു മലർന്ന, ഒരു സൗന്ദര്യവുമില്ലാത്ത ഒരു വ്യക്തിയാണ് ബിലാൽ എന്നിവർ ആദ്യം വർണ്ണിച്ചു വെച്ചു. ഇവരുടെ മനസ്സിൽ ഇസ്ലാം രൂപം കൊടുത്തിട്ടുള്ള സൗന്ദര്യ സങ്കല്പത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്. ഇതങ്ങ് പ്രകടമാകുന്നു, മനസ്സിലാവുന്നു. ഇനി ഇതിനോട് ചേർന്ന് ഇവർക്ക് വെളുത്ത ആളുകളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് എന്ന് നിങ്ങൾ കേട്ടോ. ഈ ബിലാലിന്റെ ഒപ്പം ഇരിക്കുന്ന ആളാരാ? വെളുവെളുത്ത സൽമാൻ അൽ ഫാരിസ് എന്ന് പറഞ്ഞാൽ സൗന്ദര്യം ഉള്ള സൽമാൻ അൽ ഫാരിസ്. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഇരുന്നത് സൽമാനുൽ ഫാരിസിയെ പോലെ വെളുവെളുത്ത സൗന്ദര്യമുള്ള സ്വഹാബികളാണ്. സിമ്പിൾ. വെളുവെളുത്ത സൗന്ദര്യമുള്ള സൽമാൻ അൽ ഫാരിസിയെ പോലെയുള്ള സഹാബിമാരോട് കൂടെയാണ് കറുകറുത്ത, ചുണ്ട് തടിച്ചു മലർന്ന, മുടി ചുരുണ്ട, വിരൂപനായ, നീഗ്രോയായ, അടിമയായ ബിലാലുള്ളത്. ഈ രണ്ടാളെയും ഒരുമിച്ച് ചേർത്തി എന്നതാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം. ഇനി ഇവരെയൊക്കെ ഇങ്ങനെ സൃഷ്ടിച്ചെന്തിനാ നിങ്ങൾക്ക് മനസ്സിലായോ? അവർ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അള്ളാഹു പണ്ടേ ഉദ്ദേശം പാളിയ സൃഷ്ടാവാണ്. കാരണം അള്ളാഹുവിന്റെ ഒരു ഉദ്ദേശവും ഇവിടെ നടന്നിട്ടില്ല, പ്രത്യേകിച്ച് വിശ്വാസികൾക്കിടയിൽ നടന്നിട്ടില്ല. അള്ളാഹു ഏകോദര സഹോദരന്മാരെ പോലെ കലഹമില്ലാതെ സാഹോദര്യത്തോടുകൂടി മനുഷ്യരെല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പോലും ആദം ഹവ്വ എന്ന ഒറ്റ ദമ്പതികളിൽ നിന്ന് മനുഷ്യകുലത്തെ പിന്നീട് അങ്ങോട്ട് ഇവരിപ്പോൾ പറയുന്ന അധാർമികമായ രീതികളിലൂടെ മനുഷ്യരെ മൊത്തം ഉണ്ടാക്കി.
എന്നിട്ട് ആദ്യം ഉണ്ടായ പരസ്പരം സാഹോദര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ തരത്തിൽ സൃഷ്ടിപ്പ് നടത്തിയത് അള്ളാഹു. അള്ളാഹുവിന്റെ പാളിപ്പോയ പരികൽപ്പനകളാണ് ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടോ. മനുഷ്യർ ഏകോദര സഹോദര്യത്തോടെ ജീവിക്കാൻ വേണ്ടി വംശീയതയും വെറുപ്പും അടിപിടിയും ബഹളവും കച്ചറയൊന്നുമില്ലാതെ സാഹോദര്യത്തോടു കൂടി എല്ലാവരും ജീവിക്കാൻ വേണ്ടി ഒരു വാപ്പ ഒരു ഉമ്മ. അപ്പൊ പിന്നെ സാഹോദര്യം വിട്ടുപോകില്ലല്ലോ എത്ര തലമുറ കഴിഞ്ഞാലും. അങ്ങനെയാണ് സൃഷ്ടിച്ചത്. ഓക്കെ, അള്ളാഹിന്റെ ആ സങ്കല്പം ആദം നബിന്റെ ആദ്യത്തെ 2 മക്കളിൽ കൂടെ തന്നെ തീരുമാനമായി. കാരണം ഒരു മകൻ മറ്റൊരു മകനെ കൊന്നു. അപ്പൊ അള്ളാഹു ഏകോദര സഹോദരത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി സൃഷ്ടിപ്പ് നടത്തിയ അധാർമിക രീതിയിൽ മനുഷ്യരുടെ തലമുറ സൃഷ്ടിച്ചെടുത്ത അള്ളാഹുവിന് ആദ്യം തന്നെ പാളി. രണ്ടാമത്തെ പാളിച്ച ഈ സൃഷ്ടിപ്പിന് മുമ്പ് നടന്ന പാളിച്ചാണ്. അതെന്താ? ജിന്നുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന, ഇത് വിഷയത്തിൽ നിന്ന് കുറച്ച് മാറിപ്പോയിട്ടുണ്ട്, അള്ളാഹിനെ ഒന്ന് പരിചയപ്പെടുത്തണം. ബിലാലിനെ മാത്രം പരിചയപ്പെടുത്തിട്ട് കാര്യമില്ല, അള്ളാഹിനെ കൂടി പരിചയപ്പെടുത്തണം. രണ്ടാമത്തെ ഒരു പാളിപ്പോയ പരികൽപ്പനയാണ് ജിന്നുകളുടെ ഉസ്താദായിരുന്ന ഒരു ജിന്ന്. അപ്പൊ അള്ളാഹ്ക്ക് തോന്നിയ കൊള്ളാലോ, നല്ല ഗഡി, നല്ല ഉസ്താദ്, ആള് നല്ല ഈമാനൊക്കെ ഉള്ള ഒരു ജിന്ന്. അള്ള നേരെ പിടിച്ച് ഈ ജിന്നിനെ കൊണ്ടുപോയിട്ട് മലക്കുകളുടെ ഉസ്താദാക്കി, അല്ലെങ്കിൽ മലക്കുകളുടെ നേതാവാക്കി, മലക്കുകളുടെ കൂട്ടത്തിൽ പ്രധാനിയാക്കി. എന്നിട്ട് അവസാനം ആദം നബീനെ സൃഷ്ടിച്ചു. ഇതൊക്കെ ആദം നബീനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് നടന്ന സംഭവം കേട്ടോ. എന്നാണെന്നൊന്നും ചോദിക്കരുത്, കുറെ കാലം മുമ്പ്. അങ്ങനെ മലക്കുകളും ജിന്നുകളിൽപ്പെട്ട ഇബിലീസും, അന്ന് ഇബിലീസ് എന്നല്ല പേര്, വേറെ എന്തോ സൈദ് അലവീന്നോ അങ്ങനെ എന്താണ്, അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അള്ളാഹ്ക്ക് ഇങ്ങനെ ഒരു ആശ തോന്നുന്നതും മനുഷ്യനെ സൃഷ്ടിച്ചു കളയാം എന്ന് തോന്നുന്നതും. ആദമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച് ഊതി വീർപ്പിച്ച് ജീവനൊക്കെ കൊടുത്ത് നനച്ചു. അങ്ങനെ വന്ന സമയത്ത് അള്ളാഹ് പറഞ്ഞു എല്ലാ മലക്കുകളോടും ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. ഖുർആനിലുള്ളതാണ്. പക്ഷെ എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തു, ഇബിലീസ് ഒഴികെ. അത് വേറൊരു ബൂമറാങ് ആണ്. കാരണം അള്ളാഹുവിനെ അനുസരിക്കുകയാണ് അപ്പോൾ ഇബിലീസ് ചെയ്തതെന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. കാരണം ഇബിലീസ് മലക്കല്ല. മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറയുമ്പോൾ ജിന്ന് എന്തിനാ സുജൂദ് ചെയ്യുന്നുള്ള ചോദ്യം ഇബിലീസ് ചോദിച്ചു. അത് കുയുക്തിയാണോ അല്ലേ നമുക്കറിയില്ല. എന്തായാലും അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചു എന്ന കുറ്റത്തിന് ഇബിലീസിനെ സ്വർഗത്തിൽ നിന്ന് അള്ളാഹ് പുറത്താക്കി. അപ്പോൾ എത്രയോ ജിന്നുകൾ ലോകത്ത് ജീവിക്കുന്നതിൽ നിന്ന് അള്ളാഹ് തെരഞ്ഞെടുത്ത ജിന്ന് പറഞ്ഞത് കേൾക്കാത്ത, അനുസരണയില്ലാത്ത, അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയനാകാൻ പോകുന്ന ഒരാളാണ് എന്ന് ഒന്നീ അള്ളാഹ്ക്ക് തിരിച്ചറിഞ്ഞിരുന്നു എന്നാണെങ്കിൽ അള്ളാഹുവിന്റെ ഉള്ളിൽ വേറെ ഒരു നിഗൂഢമായ ലക്ഷ്യമുണ്ടായിരുന്നു എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. അതെന്തായാലും ദൈവികമല്ല, പൈശാചികമായിട്ടുള്ള ലക്ഷ്യമാണ്. അപ്പൊ അവിടെ പാളി. പിന്നെയും പാളി. മൊത്തത്തിൽ മനുഷ്യരെ അള്ളാഹ് സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ആരാധന ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. ഖുർആനിൽ അള്ളാഹ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. അള്ളാഹ്ക്ക് ആരാധന ചെയ്യാൻ വേണ്ടി മാത്രമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അള്ളാഹിന്റെ സൃഷ്ടിയിൽ ഒരു 80% മനുഷ്യരും സൃഷ്ടാവിന്റെ ഉദ്ദേശത്തിനനുസരിച്ച് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ആ സൃഷ്ടാവ് അമ്പയെ പരാജയമാണ്. അപ്പൊ അത് പോട്ടെ. അപ്പോൾ കറുകറുത്ത ബിലാല്, വെളുവെളുത്ത സൽമാൻ ഫാരിസിലേക്ക് നമ്മൾ തിരിച്ചു വരാം. ഇവരുടെ ഉള്ളിൽ ഇവർ രൂപപ്പെടുത്തിയിട്ടുള്ള സൗന്ദര്യ സങ്കല്പത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. ആ ബിലാൽ റളിയല്ലാഹു അൻഹു കഅബയുടെ മുകളിൽ കയറി വാങ്ങു കൊടുക്കുമ്പോൾ ഹാരിസ് ബിൻ ഹിശാം എന്ന് പേരുള്ള ഒരാൾ വിളിച്ചു പറഞ്ഞു, മുഹമ്മദിന് ഈ കാക്കയുടെ നിറമുള്ള ആളെയല്ലാതെ നമ്മുടെ സത്യഭാമ പറഞ്ഞ അതേ വാക്ക്. അതിലേക്ക് വരാം. അതിന് മുമ്പ് 2 കാര്യങ്ങൾ പറയണം. ഒന്ന്, ഈ ബിലാലിനെ നിർത്തിയതിന്റെ കാരണം എന്താണ്? 2, എന്താണ് ബാങ്ക് വിളി? ഈ 2 കാര്യങ്ങൾ പറയാം. ബിലാലിനെ മക്ക ഫത്ഹിന്റെ സമയത്ത് ചതിപ്രയോഗത്തിലൂടെ മക്ക കീഴ്പ്പെടുത്തിയതിനു ശേഷം, കഅബ പിടിച്ചെടുത്തതിന് ശേഷം കഅബയുടെ മുകളിൽ കയറി ബാങ്ക് കൊടുക്കാൻ വേണ്ടി ബിലാലിനെ ഏൽപ്പിക്കുന്നു. അപ്പോൾ ഇതാണല്ലോ വലിയ മഹാത്മ്യമായിട്ട് കറുത്ത വർഗ്ഗക്കാരെ പ്രത്യേകം പരിഗണിച്ച ഒരു കാര്യമായിട്ട് പറയുന്നത്. ശരി, അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചതുപോലെ നീഗ്രോയായ കറുത്ത വർഗ്ഗക്കാരനായ ഉച്ചത്തിൽ ശബ്ദിക്കാൻ കഴിവുള്ള ഒരാളെ അതിന് മുകളിൽ കയറി ഈ ഒരു പ്രഖ്യാപനം നടത്താൻ, ഈ ബാങ്ക് വിളിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. ഇനി ഇത് അദ്ദേഹത്തിന് കൊടുത്ത എന്തോ പ്രത്യേക ആദരമായിരുന്നോ, അതോ അദ്ദേഹത്തെ അതിനുവേണ്ടി തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വിശ്വാസികളായിട്ടുള്ള ആളുകളോട് ഞാൻ പറയുന്ന ഒരു കാര്യം ആലോചിച്ചാൽ മതി. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ പള്ളിയിൽ കാളിയാണോ മുക്രിയാണോ മുന്തിയാള്, ഇങ്ങനെ വിചാരിച്ചാൽ മതി. കാളിയാണോ മുക്രിയാണോ മുന്തിയത്. മിക്കവാറും പള്ളികളിലെ മുക്രി അല്ലെങ്കിൽ ബാങ്ക് വിളിക്കാൻ നിയോഗിക്കുന്ന ആൾ എന്ന് പറയുന്നത് ആ നാട്ടിലെ ഏതെങ്കിലും പാവപ്പെട്ട ഒരു ഉസ്താദോ ഒരു മൊല്ലാക്കയോ ജീവിക്കാൻ വേറെ നിർവാഹമൊന്നുമില്ലാത്ത ഒരു സാധു മനുഷ്യനോ, അല്ലെങ്കിൽ വരുമാനം ഏറ്റവും കുറഞ്ഞ, ഏറ്റവും മോശം അവസ്ഥയിൽ ജീവിക്കുന്ന, ഈ പള്ളിയിലെ ഹൗദും കഴുകി, നമ്മുടെ നാട്ടിലെ മുക്രിമാർ എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുക്കൽ മാത്രമല്ല, ഉച്ചത്തിൽ ഉറക്കെ വിളിച്ച് ആളുകളെ നിസ്കാരത്തിലേക്ക് വിളിക്കാൻ വേണ്ടി അലറുന്ന ആള്. അയാൾക്ക് വേറെ എന്തൊക്കെ പണിയുണ്ട്? അയാൾക്ക് ഉസ്താദ് അല്ലെങ്കിൽ മൗലിയാരുടെ റൂം വൃത്തിയാക്കണം, ഹൗദും കര വൃത്തിയാക്കണം, പള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഉസ്താദിന് ചെലവ് ഏത് വീട്ടിൽ നിന്നാണെങ്കിൽ അവിടെ പോയിട്ട് തൂക്കുപാത്രം പോയിട്ട് ചെലവെടുത്തുകൊണ്ട് വരണം. പള്ളിയുടെ ചുറ്റുമുള്ള പണികളൊക്കെ ചെയ്യണം. ഈ തിലകനും ഇന്നസെന്റും കൂടിയുള്ള ഒരു സീനിൽ ലോട്ടറി അടിച്ചു എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇന്നസെന്റ് പോയിട്ട് തിരിച്ചു വരുന്ന ആ ഒരു സിനിമ ഉണ്ടല്ലോ, അതിൽ ഇന്നസെന്റിന്റെ റോളാണ് വാസ്തവത്തിൽ ഇസ്ലാമികമായി, ആ സിനിമയുടെ പേര് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യാം. ആ ഇന്നസെന്റിന്റെ റോളാണ് വാസ്തവത്തിൽ ഇസ്ലാമികമായിട്ട്
ബാങ്ക് വിളിക്കുന്ന ആൾ മുക്രി എന്നൊക്കെ പറയുന്ന ആൾക്കുള്ളത്. ഇനി നിങ്ങൾ പറ, കഅബയിലേക്ക് അങ്ങനെ ആ പൊരി വെയിലത്ത് നട്ടുച്ചയ്ക്ക് മരുഭൂമിയിൽ ആ കഅബയുടെ മുകളിലേക്ക് കയറ്റി നിർത്തി ഈ ബാങ്ക് വിളിപ്പിക്കാൻ മുഹമ്മദ് ബിലാലിനെ തെരഞ്ഞെടുത്തതിന്റെ ഗുട്ടൻസ് എന്താണ്? സിമ്പിൾ ലോജിക്കാണ്. അപ്പൊ ഇനി നമ്മൾ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. കറുപ്പും വെളുപ്പമാണല്ലോ വിഷയം. അപ്പൊ ബാങ്ക് വിളിക്കാൻ വേണ്ടി കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് മഹാസംഭവമാണ് എന്ന് വിചാരിക്കേണ്ട എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഈ വാക്ക് എല്ലാ കാലത്തും സവർണ മാടമ്പികൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. കറുത്ത വർഗ്ഗക്കാരന് നേരെയുള്ള വർണ്ണവെറി എക്കാലത്തും ഏത് ദേശത്തും ഉണ്ടായിട്ടുള്ളതാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത്, നമ്മുടെ കേരളത്തിനകത്തു പോലും ജാതിയിൽ കുറഞ്ഞവർ, കളറ് കുറഞ്ഞവർ, നിറം മങ്ങിയവർ, ഇവർക്കൊക്കെ എതിരെ സവർണ മേധാവികളുടെ മാടമ്പികളുടെ ശക്തമായ പരിഹാസങ്ങളും അക്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥയിൽ വേറൊരു പ്രശ്നമുണ്ട്. അതായത് മക്കം ഫത്ഹ് നടക്കുന്നത് മുഹമ്മദ് ഇസ്ലാം പ്രബോധനമൊക്കെ നടത്തി ഇസ്ലാമിന്റെ ഏകദേശ പൂർത്തീകരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. എന്ന് പറഞ്ഞാൽ മുഹമ്മദ് 20 വർഷത്തിലധികം പ്രബോധനം നടത്തിയ ഇസ്ലാമും ആ മുഹമ്മദിന്റെ കൂടെ അനുചരന്മാരായിട്ട് ജീവിച്ച മനുഷ്യരും ഇവരെല്ലാം കൂടി പടയിളകി വന്ന് കഅബ കീഴടക്കിയതാണ് രംഗം. ആ രംഗത്ത് നിന്നിട്ട്, അതായത് മുഹമ്മദിന്റെ പ്രവാചക ലബ്ധിക്ക് ശേഷം ഏറ്റവും ചുരുങ്ങിയത് 20 വർഷത്തെയെങ്കിലും പ്രബോധനത്തിന് ശേഷം മുഹമ്മദിന്റെ അനുചരന്മാരുമായിട്ടാണ് മക്കയിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ ഒരു സിനാരിയോ മനസ്സിൽ വെച്ചിട്ട് വേണം പിന്നീട് അവിടെ നടന്ന സംഭവങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കുമ്പോൾ ഹാരിസ് ബിൻ ഹിശാമും വിളിച്ചു പറഞ്ഞത് അത് തന്നെയാണ്. ഈ കറുത്ത കരിങ്കാക്കയല്ലാതെ ബാങ്ക് വിളി ഏൽപ്പിക്കാൻ മുഹമ്മദിന് വേറെ ആരെയും കിട്ടിയില്ലയോ? അപ്പൊ ഇതാരാ വിളിച്ചു ചോദിച്ചത്? മുഹമ്മദിന്റെ കൂട്ടത്തില് മാടമ്പിയായ അല്ലെങ്കിൽ വെളുത്തു തുടുത്ത സഹാബി വിളിച്ചു ചോദിച്ചുമ്പോൾ. എന്ന് പറഞ്ഞാൽ മുഹമ്മദിന്റെ പ്രബോധനത്തിന് കീഴിൽ മുഹമ്മദിന്റെ കൂടെ ഉണ്ടായിരുന്ന അനുചരന്മാർ ബിലാലിനെ കണ്ടിരുന്നത് കറുത്ത നീഗ്രോ അടിമ എന്ന കാഴ്ചപ്പാടിലാണ് എന്ന് ഇതിനേക്കാളും വലിയ തെളിവ് വേണോ? അപ്പൊ മുഹമ്മദ് അതിനെ എതിർത്തു എന്നുണ്ടോ? അങ്ങനെ വിളിക്കാൻ പാടില്ല, പറയാൻ പാടില്ല, കറുപ്പും വെളുപ്പും പ്രശ്നമല്ല, കറുത്തവരും വെറുത്തവരും ഒക്കെ തുല്യരാണ് എന്ന് മുഹമ്മദ് പറഞ്ഞോ? ഇല്ല. മുഹമ്മദ് ബിലാലിനെ തന്നെ മോളിക്ക് കയറ്റി. എന്ന് പറഞ്ഞാൽ മുഹമ്മദിന്റെ അനുയായികൾ ആക്ഷേപിച്ച പോലെയുള്ള എല്ലാ വൈരൂപ്യമുള്ള ആൾ തന്നെയാണ് ആര്? ഈ പറയപ്പെടുന്ന ബിലാല്. പക്ഷെ ഇപ്പണിക്ക് ഞാൻ ബിലാലിനെ തെരഞ്ഞെടുക്കുന്നു. ഇതാണ് മെസ്സേജ്. കേട്ടോളി. പക്ഷേ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല. കാരണം ഇസ്ലാമിൽ ഒരാളുടെ സ്ഥാനം അളക്കുന്നത് അയാളുടെ സൗന്ദര്യം കൊണ്ടോ കറുപ്പ് കൊണ്ടോ വെളുപ്പ് കൊണ്ടോ അറബിയാണെന്നോ അനറബിയാണെന്നോ ഒന്നും നോക്കിയിട്ടല്ല, അയാളുടെ ഭക്തി നോക്കിയിട്ടാണ് അള്ളാഹുവിന്റെ അരികിൽ സ്ഥാനമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. പക്ഷേ ഇപ്പൊ പറഞ്ഞ കറക്റ്റ്. ഇദ്ദേഹം പറഞ്ഞ വാചകത്തിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഒരാളുടെ കറുപ്പ് വെളുപ്പ് തറവാട് മഹിമ ജോലി കുലം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇസ്ലാമിൽ ഈമാനിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ പരിഗണനാ വിഷയമല്ല. അത് ഖുർആനിലുള്ളതാണ്, ഇസ്ലാമിലുള്ളതാണ്, ശരിയാണ്. പക്ഷെ സാമൂഹിക വ്യവഹാരത്തിൽ, വൈവാഹിക ബന്ധങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള വിഷയങ്ങളിൽ ഒരു വ്യക്തിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും പരിഗണിക്കാൻ അവകാശമില്ല എന്നോ അത് പരിഗണിക്കുന്നത് തെറ്റാണ് എന്നോ പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ വിവാഹപ്പൊരുത്തം എന്ന ഒരൊറ്റ ഭാഗം ഇസ്ലാമിക ഫിഖ്ഹി ഗ്രന്ഥങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ഫത്വൽ മുഈനോ ഉംദയോ അല്ലെങ്കിൽ ഫിഖ്ഹ് സുന്നയോ അതല്ലെങ്കിൽ ഹദീസിലും ഒക്കെ ആയിട്ട് കിടക്കുന്ന ഫിഖ്ഹി നിയമങ്ങൾ നമ്മൾ പഠിച്ചാൽ മതി. വിവാഹ ചേർച്ച മാത്രം, വിവാഹപ്പൊരുത്തം, ചേർച്ച തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഇസ്ലാമിന്റെ സാമൂഹ്യ കാഴ്ചപ്പാട് വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ തരം വിവേചനങ്ങളുടെയും സാധ്യതകൾ അവിടെ മലർക്കെ തുറന്നിട്ടുണ്ട്. അതേ സമയത്ത് ഇസ്ലാമിന്റെ കാര്യത്തിൽ, ഈമാനിന്റെ കാര്യത്തിൽ, വിശ്വാസത്തിന്റെ കാര്യത്തിൽ, ഭക്തിയുടെ കാര്യത്തിൽ ദൈവത്തിന് മുമ്പിൽ കറുത്തവനും വെളുത്തവനും സമന്മാരാണ്. അതിപ്പോ ഇസ്ലാമിന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, എല്ലാവരും സമന്മാർ തന്നെയാണ്. ഇതൊക്കെ പറയുമ്പോഴും അവിടെ സ്ത്രീയും പുരുഷനും സമന്മാരല്ല. എവിടെ? സാമൂഹ്യ വിഷയങ്ങളിൽ. അള്ളാന്റെ മുമ്പിൽ സ്ത്രീയും പുരുഷന്മാരും തുല്യരാണ്. അപ്പൊ അള്ളാന്റെ മുമ്പിൽ മരിച്ചു ചെന്നിട്ട് പ്രതിഫലത്തിന്റെ കാര്യത്തിൽ അതല്ലല്ലോ വിഷയം. സാമൂഹ്യ വിഷയങ്ങളിൽ, സാമൂഹ്യ വ്യവഹാരങ്ങളിൽ അടിമയും ഉടമയും അള്ളാന്റെ അടുത്ത് തുല്യരാണ്. പക്ഷെ ഇവിടെയോ അടിമയുണ്ട്, ഉടമയുണ്ട്. അടിമയ്ക്ക് മേൽ ഉടമയ്ക്ക് അവകാശവുമുണ്ട്. അതിന്റെ അർത്ഥം ഇസ്ലാമിൽ അടിമത്തമേ ഇല്ല എന്നാണോ എന്ന വ്യാഖ്യാനമാണ് കറുകറുത്ത ബിലാലിനെയും വെളുവെളുത്ത സൽമാൻ അൽ ഫാരിസിനെയും വെച്ചുകൊണ്ട് ഇവർ നടത്തുന്ന ഈ കസർത്ത്. ഇനി ഇതിനൊക്കെ അപ്പുറത്തേക്ക് മുഹമ്മദ് നബിക്ക് ഈമാനിന്റെ കാര്യത്തിൽ, വിശ്വാസത്തിന്റെ കാര്യത്തിൽ അള്ളാന്റെ അടുത്ത് കറുത്തവനെന്നും വെളുത്തവനെന്നും വിവേചനം 13 കൊല്ലം പ്രബോധനം നടത്തിയിട്ട് 100-150 ആൾ പോലും തികക്കാൻ കഴിയാത്ത മുഹമ്മദിനെ 6-ാം നൂറ്റാണ്ടിലെ മരുഭൂമിയിലെ ജനതയിൽ, ആ ഗോത്ര മനുഷ്യർക്കിടയിൽ നിന്ന് ഇസ്ലാമില് വെളുത്ത മനുഷ്യന്മാർക്ക് പ്രത്യേക പദവി കൊടുത്തിട്ട് ഇസ്ലാമിലേക്ക് ചേർക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ പറയണേ? കറുപ്പ്, നീഗ്രോ, അടിമ തുടങ്ങിയതൊക്കെ മൂല്യക്കുറവുള്ളതാണ് എന്നതിന് മുഹമ്മദിന്റെ തന്നെ ഹദീസുണ്ട്. ആ ഒരു ഹദീസിലുള്ളത് ഉണക്കമുന്തിരി മോറൻ എന്ന് നമുക്ക് മലയാളത്തിൽ അർത്ഥം വെക്കാവുന്ന പദമാണ് അതിനകത്തുള്ളത്.
ഉണങ്ങിയ മുന്തിരിക്ക് സമാനമായ വികൃതമായ മുഖമുള്ള ഒരാളാണ് നിങ്ങളുടെ ഇമാമായി വരുന്നതെങ്കിൽ, നേതാവായിട്ട് വരുന്നതെങ്കിൽ, എന്നാലും നിങ്ങൾ നേതാവിനെ അനുസരിക്കണം എന്ന് പറയും. അപ്പൊ അനുസരണം, ഇമാമിനെ അനുസരിക്കേണ്ട കാര്യത്തിൽ ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു പണ്ഡിതനെ അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരിയെ അനുസരിക്കേണ്ടുന്ന കാര്യത്തിൽ അനുസരണം പറയാൻ വേണ്ടി പറയുന്ന ഒരു പ്രയോഗമാണ് നേതാവ് എത്ര വില കുറഞ്ഞവനായാലും, നേതാവ് എത്ര സൗന്ദര്യമില്ലാത്തവനായാലും, നേതാവ് എത്ര കുലമഹിമയില്ലാത്തവനാണെങ്കിലും നിങ്ങൾ ഇസ്ലാമിക വിഷയങ്ങളിൽ നേതാവിനെ അനുസരിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നേതാവിനെ വർണ്ണിക്കുന്നിടത്ത് ഇവരുടെ സൗന്ദര്യ സങ്കല്പമുണ്ട്. നേരത്തെ ഹാരിസ് മദനി ബിലാലിനെ വർണ്ണിക്കുന്നിടത്ത് ഇസ്ലാം വിശ്വാസിയിൽ പഠിപ്പിച്ചു വെച്ചുള്ള സൗന്ദര്യ സങ്കല്പമുണ്ട്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഇസ്ലാമിന്റെ സ്വർഗത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇസ്ലാമിലെ ഹൂറികളുടെ വർണ്ണനകൾ പരിശോധിച്ചാൽ മതി. വെളുവെളുത്ത തരുണികൾ. സ്വർഗത്തിൽ കറുപ്പുണ്ടോ? കറുത്ത ഹൂറികൾ ഉണ്ടോ? ഒരു സാധ്യതയില്ല. ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് വെളുത്ത ഹൂറികളെ കുറിച്ചാണ്. വെളുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനത്തെ വെളുപ്പ്? അങ്ങനത്തെ വെളുപ്പ്. ശരീരത്തിന്റെ വെളുപ്പ് കാരണം ശരീരത്തിനകത്തുള്ള സംഭവങ്ങൾ വരെ നമുക്ക് കാണാൻ പറ്റുന്ന അത്രയും വെളുപ്പ്, മുത്തുപോലെ. ഇതാണ് സ്വർഗം. എന്ന് മാത്രമല്ല, എല്ലാ വിഷയങ്ങളിലും കറുപ്പുമായി ബന്ധപ്പെട്ട് വന്നാൽ കറുത്ത പട്ടി, കറുത്ത പട്ടീനെ കുറിച്ച് പ്രത്യേകം പരാമർശിച്ചപ്പോൾ ആൾക്കാർ ചോദിച്ചു, അതെന്താണ് നബിയെ കറുത്ത പട്ടി? അപ്പൊ ഈ ചുവപ്പ് പട്ടിയോ? കറുത്ത പട്ടി എന്ന് പറഞ്ഞാൽ അത് പിശാചാണ് എന്നാണ് മുഹമ്മദ് പറഞ്ഞ ഹദീസാണ്, സഹിഹായ ഹദീസ്. വിശ്വാസികൾക്ക് സംശയമുണ്ടെങ്കിൽ ഉസ്താദ്മാരോട് ചോദിക്കാം. അപ്പൊ കറുപ്പ് എപ്പോഴും തിന്മയുടെയും സൗന്ദര്യമില്ലായ്മയുടെയും വൈരൂപ്യത്തിന്റെയും പൈശാചികതയുടെയും കളറായിട്ടാണ് ഇസ്ലാം പരിഗണിച്ചിട്ടുള്ളത്. കറുത്ത ചെരുപ്പ് ധരിക്കൽ കറാഹത്താണ് എന്നറിയാത്ത എത്ര വിശ്വാസികളുണ്ട്? കറുത്ത ചെരുപ്പ് ധരിക്കാൻ പാടില്ല. വെളുത്ത വസ്ത്രം പുരുഷന് ഉത്തമം. എന്തുകൊണ്ടാ? വെളുത്ത വസ്ത്രം വെളുപ്പാണ്. എന്തുകൊണ്ടാണ് ഉസ്താദുമാർ മൊത്തം വെളുത്ത വസ്ത്രം ഉപയോഗിക്കുന്നത്? നിങ്ങൾ ചോദിക്കുക, ഉസ്താദുമാരോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് ഉസ്താദ് നിങ്ങൾ ഒരു കറുത്ത ജുബ്ബട്ട് വരാത്തത്? ഞാൻ ഇന്ന് കറുപ്പ് ഷർട്ട് ഇട്ടിരിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ അത് അയൺ ചെയ്തിട്ടില്ല. ഉസ്താദ്മാർ ഏതൊക്കെ ഉസ്താദ്മാരാണ് കറുപ്പ് ഷർട്ടും കറുപ്പ് തലക്കെട്ടായിട്ട് വരുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണ്? വെളുപ്പ് പ്രത്യേക സുന്നത്താണ് വെളുത്ത വസ്ത്രം. അതുകൊണ്ടാണ്. കറുത്ത ചെരുപ്പിട്ട മൂല്യന്മാരെ അപൂർവമായിരിക്കും. നിങ്ങൾ മൂല്യന്മാരെ കാണുമ്പോൾ കാലുമൊക്കെ നോക്കിയാൽ മതി. ഒന്നുകിൽ വെള്ള, അല്ലെങ്കിൽ ഓഫ് വൈറ്റ്, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഗ്രേ. കറുപ്പിലേക്ക് പോകില്ല. കാരണം എന്താ? കറുപ്പ് ചെരുപ്പ് ധരിക്കൽ കറാഹത്താണ്. എന്തുകൊണ്ടാണ്? അത് കറുപ്പ് കളർ ആയതുകൊണ്ടാണ്. വേറെന്താ കാരണം? അതിനൊരു കാരണം പറയണത് കറുപ്പ് ചെരുപ്പ് ധരിച്ചാൽ മറവി രോഗം ഉണ്ടാകും എന്നാണ്. ഇങ്ങനെ ഇസ്ലാമിന്റെ കറുപ്പും വെളുപ്പും സങ്കല്പങ്ങളും അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും ഒക്കെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ ഒരു തലയുണ്ടാവില്ല. അള്ളാഹുവിന് ഇഷ്ടം. ഇനി ഇതൊക്കെ പോട്ടെ, കറുപ്പും വെളുപ്പും ഒന്നും വലിയ പ്രശ്നമില്ല, അതൊക്കെ അള്ളാന്റെ അടുത്ത് തുല്യരാണെന്നല്ലേ. മുഹമ്മദ് നബിയുടെ നിറം കറുപ്പായിരുന്നു എന്ന് ഒരാൾ പറഞ്ഞാൽ എന്തായിരിക്കും അവന്റെ അവസ്ഥ പിറ്റേ ദിവസം രാവിലെ? മുഹമ്മദ് നബി അത്യാവശ്യം ആ നാട്ടിൽ ആ കാലഘട്ടത്തിൽ ആ മരുഭൂമിയിൽ ജീവിച്ചൊരു മനുഷ്യനല്ലേ, സാമാന്യം കറുത്തിട്ടായിരുന്നു മുഹമ്മദ് നബി എന്ന് ഒരാൾ പറഞ്ഞാൽ, ഒരു ചരിത്ര വിശകലനം നടത്തിയാൽ എന്തായിരിക്കും അയാളുടെ പിറ്റേ ദിവസത്തെ അവസ്ഥ? വിശ്വാസികളെന്ന് ആലോചിക്കുക. മുഹമ്മദ് നബിയുടെ സൗന്ദര്യം അത് വിശദീകരിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ അധ്യായങ്ങൾ കിതാബുകളിലുണ്ട്. ഇനി കിതാബുകൾ തന്നെ ചിലപ്പോൾ അള്ളാഹുവിന്റെ സൗന്ദര്യത്തിന്റെ നേർപകുതി, അള്ളാഹ് സൗന്ദര്യം ആകെ സൃഷ്ടിച്ച സൗന്ദര്യത്തിന്റെ നേർപകുതി ലഭിച്ച മുഹമ്മദ് നബിയുടെ സൗന്ദര്യ വർണ്ണനയിൽ അദ്ദേഹത്തിന്റെ കളർ പ്രധാനമാണ്. എന്താണ് മുഹമ്മദ് നബിയുടെ കളറ്? ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം. മുഹമ്മദ് നബിയുടെ കളറും സ്വർഗത്തിലെ ഹൂറിമാരെ കുറിച്ചുള്ള ഖുർആന്റെ വർണ്ണനയും ബിലാലിനെ കുറിച്ചുള്ള ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലും ഹാരിസ് മദനി ഉൾപ്പെടെയുള്ള വിശ്വാസികളും പറയുന്ന വിവരണവും മാത്രം കേട്ടാൽ മതി. കറുപ്പും വെളുപ്പും ഇസ്ലാം എങ്ങനെയാണ് പരിഗണിച്ചിട്ടുള്ളത്, വിശ്വാസികളുടെ മനസ്സിൽ ഇസ്ലാം പഠിപ്പിച്ചു വെച്ചിട്ടുള്ള സൗന്ദര്യ സങ്കല്പം എന്താണ് എന്ന് മനസ്സിലാക്കണം. അതിൽ കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല. നമ്മുടെ നാട്ടിൽ കലാകാരന്മാരെന്നൊക്കെ മേന്മ നടിക്കുന്നവർക്കിടയിൽ പോലും ഇപ്പോഴും ഈ വർണ്ണവെറിയും വംശവെറിയും ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവുകയാണ്. അതുകൊണ്ട് തന്നെ സത്യഭാമ എന്ന ആ സ്ത്രീ പറഞ്ഞ ഈ വർണ്ണവെറി നിറഞ്ഞ വാക്കുകളോട് പ്രതിഷേധിക്കേണ്ടതും പ്രതികരിക്കേണ്ടതും ഒക്കെ ആവശ്യമാണ്. പക്ഷെ പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ. അപ്പൊ ഇത്ര നേരം നമ്മൾ ഇസ്ലാം കറുപ്പ് വെളുപ്പ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം, അതായത് എല്ലാവരും RLV രാമകൃഷ്ണന് പിന്തുണ കൊടുക്കുകയാണ്. അതിൽ ഇദ്ദേഹത്തിന് ഒരു നീരസമുണ്ട്. എന്നാൽ ഇദ്ദേഹം പിന്തുണ കൊടുക്കാൻ തയ്യാറല്ല. സത്യഭാമ പറഞ്ഞതിനൊക്കെ എതിർക്കും, അതിലൊന്നും അദ്ദേഹത്തിന് വിഷമല്ല. പക്ഷേ RLV രാമകൃഷ്ണനെ പിന്തുണക്കാൻ കഴിയില്ല. നോക്കൂ, ഇത്ര നേരവും പറഞ്ഞ ഈ ഹാരിസ് മദനി തന്നെ പറഞ്ഞ അത്രയും മോശമായ രീതിയിലുള്ള പദപ്രയോഗങ്ങൾ നടത്തുമ്പോൾ ഇവരോടുള്ള പ്രതിഷേധവും RLV രാമകൃഷ്ണനുള്ള പിന്തുണയും സ്വാഭാവികമായിട്ടുള്ള സംഗതിയാണ്. പക്ഷെ ഹാരിസ് മദനിക്ക് അതിൽ അതൃപ്തിയുണ്ട്. അതിന്റെ കാരണം എന്താന്ന് കേട്ടോളൂ. ഈ RLV രാമകൃഷ്ണൻ ആരാണ്? ഒരു പക്ഷേ സത്യഭാമയേക്കാൾ വലിയ അപരാധം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. രാമസിംഹൻ എന്ന് പറയുന്ന ഒരാൾ കുറെ സംഘികളെ പറ്റിച്ച് അവരുടെ കയ്യിൽ നിന്നൊക്കെ പിരിവെടുത്ത് ഒരു സിനിമ തല്ലിക്കൂട്ടി, പുഴ മുതൽ പുഴ വരെ. ആ സിനിമയാണെങ്കിലോ ശുദ്ധമായ വർഗീയത പറയുന്ന സിനിമ. ആ സിനിമയിൽ അഭിനയിച്ച ഒരു അഭിനേതാവാണ് ഈ രാമകൃഷ്ണൻ. അതുകൊണ്ട്
RLV രാമകൃഷ്ണന് പിന്തുണ കിട്ടുന്നതിൽ അദ്ദേഹത്തിന് ചെറിയൊരു നീരസമുണ്ട്. അങ്ങനെ പിന്തുണ കൊടുക്കേണ്ട ആളൊന്നല്ല RLV രാമകൃഷ്ണൻ എന്നാണ്. വിഷയാധിഷ്ഠിതമായിട്ടാണ് പിന്തുണ. ഒരു കലാകാരൻ എന്ന നിലക്ക് അല്ലെങ്കിൽ ഒരു അഭിനേതാവ് എന്ന നിലക്ക് അദ്ദേഹം ഏതൊക്കെ സിനിമയിൽ അഭിനയിച്ചു എന്ന് നോക്കിയിട്ടല്ലല്ലോ ഈ വിഷയത്തിൽ പിന്തുണ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അദ്ദേഹം ഒന്നും നോക്കിയിട്ടല്ല. മാനവികമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിൽ ഹാരിസ് മദനി പറഞ്ഞതുപോലെ ഈ നൂറ്റാണ്ടിൽ ഈ കാലഘട്ടത്തിൽ ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ സ്ത്രീ പറഞ്ഞ വൃത്തികേടുകളോടുള്ള പ്രതികരണവും ഈ സ്ത്രീ ഒരു വ്യക്തിയെ നേർക്ക് നേർ ഉന്നം വെച്ചുകൊണ്ട് വംശീയമായി അല്ലെങ്കിൽ വർണ്ണ വെറി നിറഞ്ഞ പരാമർശം നടത്തുമ്പോൾ അതിന് അദ്ദേഹത്തിന് പിന്തുണ കിട്ടുക എന്ന് പറയുന്നത് ഈ വിഷയത്തിലാണ്. അതുപോലും മനസ്സിലാക്കാൻ ഹാരിസ് മദനിക്ക് പറ്റുന്നില്ല. അതിന് പകരം ഇദ്ദേഹം പണ്ട് അലി അക്ബർ സംവിധാനം ചെയ്ത, രാമസിംഹൻ സംവിധാനം ചെയ്ത പുഴ മുതൽ പുഴ വരെ എന്ന വർഗീയ ധ്രുവീകരണ ശ്രമം നടത്തിയ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നതാണ് കാരണം. ഇനി അദ്ദേഹം പറയുന്നത് ഇസ്ലാമിന്റെ സഹിഷ്ണുതയ്ക്കുള്ള തെളിവ് കൂടിയാണ്. ബാക്കി പറയുന്നത്, രാമകൃഷ്ണൻ ഒരു യഥാർത്ഥ കലാകാരനാണെങ്കിൽ, മൂല്യമുള്ള കലയോട് പ്രതിബദ്ധതയുള്ള ആളാണെങ്കിൽ, കലയെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളായിരുന്നെങ്കിൽ ഒരിക്കലും രാമസിംഹന്റെ ഈ വർഗീയ ചിത്രത്തിൽ അഭിനയിക്കുകയില്ലായിരുന്നു. അപ്പോൾ കലാകാരൻ എന്ന ആ ഒരു ചിന്ത മറന്നുകൊണ്ട്, ഒരു കലാകാരൻ ഉണ്ടായിരിക്കേണ്ട ബോധ്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഇത്രയും വർഗീയത നിറഞ്ഞ ഒരു ചിത്രത്തിൽ അഭിനയിക്കാൻ രാമകൃഷ്ണൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ രാമകൃഷ്ണനോട് ഒരിക്കലും ഐക്യപ്പെടാനോ കൂടെയുണ്ടെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാനോ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. അതൊരിക്കലും സത്യഭാമ പറഞ്ഞത് സത്യമായതുകൊണ്ടല്ല, സത്യഭാമ പറഞ്ഞത് ശരിയായതുകൊണ്ടല്ല. പക്ഷെ RLV രാമകൃഷ്ണൻ അത് കിട്ടിയാൽ കുഴപ്പമൊന്നുമില്ല എന്നതാണ്. ഏതുപോലെ കൈവെട്ടുന്നതിനോട് യോജിക്കാനാവില്ല, പക്ഷെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയതിൽ ജോസഫ് മാഷെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ. ആളെ കൊല്ലാനൊന്നും പറ്റൂല, പക്ഷേ നമ്മളെ ചേകനൂർ മൗലവി ആളത്ര ശരിയായിരുന്നില്ല എന്ന് പറയുന്നത് പോലെ. ഇത് ഇസ്ലാമിന്റെ സഹിഷ്ണുതയുടെ മറ്റൊരു തെളിവ്. ഒരു വീഡിയോയിൽ ഇത്രയും വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ പരിഗണിക്കാനും അന്വേഷിക്കാനും വിശകലനം ചെയ്യാനും ഒക്കെയുള്ള മരുന്ന് കുത്തി നിറച്ച ഹാരിസ് മദനി താങ്കൾ ഒരു പ്രതിഭ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹമില്ല. ഇത്രയും കാര്യങ്ങൾ ഒറ്റ വീഡിയോയിൽ 4-5 മിനിറ്റിൽ നിങ്ങൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ നിങ്ങളോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഒരുപാട് കാലത്തിന് ശേഷമാണ് നമ്മൾ ഹാരിസ് മദനിയെ ഒന്ന് കാര്യമായിട്ട് ഇവിടെ പരിഗണിക്കുന്നത്. അദ്ദേഹം അതിനൊരു അവസരം തന്നിരുന്നില്ല എന്ന് മാത്രമാണ് അക്കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇനിയും മറ്റേതെങ്കിലും ഒരു വിഷയവുമായി വീണ്ടും വരാം.